എല്ലാവർക്കും നമസ്കാരം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മേറ്റുമാരുടെ ചുമതലകളും സേവന വ്യവസ്ഥകളും കുറിച്ചുള്ള വിശദീകരണവുമായിട്ടാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ ഒരു സാമ്പത്തിക വർഷം ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ നൽകുന്നതിനും സ്ഥായിയായ ആസ്തി സൃഷ്ടിക്കുന്നതിനുമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തൊഴിൽ സ്ഥലത്തെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് മേറ്റ്. മേറ്റ് തൊഴിലാളികൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും ഇടയിലുള്ള കണ്ണിയായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്തെല്ലാമാണ് മേറ്റുമാരുടെ ഉത്തരവാദിത്തങ്ങൾ? പദ്ധതികളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുക, തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക, 90% മുകളിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനാൽ വനിതകളെയാണ് മേറ്റുമാരായി നിയമിക്കുന്നത്. പുരുഷന്മാർക്ക് മേറ്റുമാരായി നിൽക്കുവാൻ സാധ്യമല്ല. 40 തൊഴിലാളികളെങ്കിലും ഒരു വർക്ക് സൈറ്റിൽ ഉണ്ടായിരിക്കണമെന്നതാണ് ഒരു മേറ്റ് വർക്ക് സൈറ്റിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രഥമ നിബന്ധന. എന്തെല്ലാമാണ് മേറ്റുമാരുടെ യോഗ്യതകൾ? ആർക്കെല്ലാം മേറ്റുമാരായി നിൽക്കാം? 1. തൊഴിൽ കാർഡുള്ള വ്യക്തിയായിരിക്കണം. 2. ADS ജനറൽ ബോഡിയിൽ അംഗമായിരിക്കണം. കുടുംബശ്രീയുടെ ADS ജനറൽ ബോഡിയിൽ അംഗമായിരിക്കണം. 3. 2017-18 സാമ്പത്തിക വർഷം മുതൽ ഏതെങ്കിലും ഒരു വർഷം കുറഞ്ഞത് 25 ദിവസമെങ്കിലും അവിദഗ്ധ തൊഴിൽ ചെയ്തവരായിരിക്കണം മേറ്റുമാരായി നിൽക്കേണ്ടത്. 4. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 5. SC/ST വിഭാഗങ്ങൾക്ക് 8ാം ക്ലാസ് ഉണ്ടായാലും മതിയാകും. മേറ്റായി നിൽക്കുന്നതിനുള്ള പ്രായപരിധി 18 മുതൽ 60 വയസ്സ് വരെയാണ്. പരിശീലനം ലഭിച്ചവർ ആയിരിക്കണം. എങ്ങനെ മേറ്റുമാരെ തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. മേറ്റുമാരായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് താഴെ പറയുന്ന മാനദണ്ഡങ്ങളാണ് നിലവിലുള്ളത്. കുടുംബശ്രീ ADS ജനറൽ ബോഡിയിൽ അംഗമായിരിക്കണം മേറ്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി. അതോടൊപ്പം തന്നെ മേറ്റായി നിൽക്കുവാൻ സന്നദ്ധമായിരിക്കുകയും വേണം. തൊട്ടു മുമ്പത്തെ 3 വർഷത്തെ ശരാശരി തൊഴിൽ ദിനങ്ങൾ പൂർത്തിയായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. SC/ST വിഭാഗത്തിൽപ്പെട്ടവർ, വിധവകൾ ADS എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ച പ്രകാരം CDSന് നൽകുക. ഇങ്ങനെ CDSന് നൽകുന്ന ലിസ്റ്റ് 15 ദിവസത്തിനകം CDS ഭരണസമിതി അംഗീകരിച്ച് അത് ഗ്രാമപഞ്ചായത്തിന് കൈമാറേണ്ടതുണ്ട്. ഇങ്ങനെ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയ ലിസ്റ്റിൽ നിന്നായിരിക്കും മേറ്റുമാരായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ വരുന്നത്. മേറ്റാവാൻ പാടില്ലാത്തവർ ആരെല്ലാമാണ്? ആർക്കെല്ലാം മേറ്റുമാരായി നിൽക്കാൻ പാടില്ല? 1. ജനപ്രതിനിധികൾക്ക് മേറ്റായി നിൽക്കാൻ പാടില്ല. അതുപോലെ SC/ST പ്രൊമോട്ടർമാർക്ക് മേറ്റുമാരായി നിൽക്കാൻ പാടില്ല. ആശാ വർക്കർമാരായി പ്രവർത്തിക്കുന്നവർക്ക് മേറ്റുമാരായി നിൽക്കാൻ പാടില്ല. CDS ചെയർപേഴ്സണായി ഉള്ളവർക്ക് മേറ്റുമാരാകാൻ പാടില്ല. അംഗനവാടി വർക്കർമാർക്ക് പാടില്ല. സാക്ഷരതാ പ്രേരകന്മാർ തുടങ്ങിയവർക്ക് മേറ്റുമാരായി നിൽക്കുവാൻ പാടുള്ളതല്ല. ഇനി മേറ്റിനെ ആരാണ് നിയമിക്കുന്നത്? മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ CDS അംഗീകരിച്ച് നൽകുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് ഓരോ പ്രവൃത്തി സ്ഥലത്തിനടുത്തും ചുമതല നിശ്ചയിച്ച് നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കും. അതാത് ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി മേറ്റുമാരെ ആ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് വാർഡ് തലത്തിൽ നിയമന ഉത്തരവ് നൽകേണ്ടതും ഉണ്ട്. ഇനി നിങ്ങൾക്ക് മേറ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ വാർഡ് തലത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പരാതി ആർക്കാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മേൽ അംഗീകരിക്കപ്പെട്ട ലിസ്റ്റിൽ എന്തെങ്കിലും പരാതിയുണ്ട് എങ്കിൽ ആ പരാതി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർക്ക് നൽകേണ്ടതാണ്. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ അന്വേഷിച്ച് തീരുമാനമെടുക്കുന്നതും ആയിരിക്കും. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസറുടെ തീരുമാനം ആ പരാതിയിൽ അന്തിമം ആയിരിക്കുകയും ചെയ്യും. അതിനു മുകളിൽ അപ്പീൽ ഉണ്ടായിരിക്കുന്നതും അല്ല. ഇനി മേറ്റുകാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ചുമതലകൾ എന്തെല്ലാം എന്ന് നോക്കാം. 1. തൊഴിലുറപ്പ് പ്രവൃത്തികളുടെ മേൽനോട്ടം.
2. തൊഴിലാളികളുടെ ഹാജർ ഉറപ്പുവരുത്തുക. മസ്റ്റർ റോൾ സൂക്ഷിപ്പ്. തൊഴിൽ സമയത്തിൽ കൃത്യത ഉറപ്പുവരുത്തുക. തൊഴിലാളികളുടെ സമയകൃത്യത തൊഴിൽ ഇടങ്ങളിൽ ഉറപ്പുവരുത്തുക. ഹാജരാകാത്തവരുടെ നേരെ ആബ്സെന്റ് മാർക്ക് ചെയ്യുക. മസ്റ്റർ റോളുകളിൽ തൊഴിൽ സ്ഥലത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മേറ്റുമാർ ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് കുടിവെള്ളം, തണൽ, പ്രഥമ ശുശ്രൂഷ കിറ്റ് തുടങ്ങിയവ ഉണ്ടോ എന്നുള്ള കാര്യം മേറ്റ് ഉറപ്പുവരുത്തേണ്ടതാണ്. മസ്റ്റർ റോളിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കുക. തൊഴിൽ സ്ഥലത്ത് ആയുധങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക. തൊഴിൽ കാർഡ് ലഭ്യമാക്കുന്നതിനും കൂടുതൽ കുടുംബങ്ങളെ പദ്ധതിയുടെ ഭാഗമാക്കുകയും ചെയ്യുക. തൊഴിലിനുള്ള അപേക്ഷ സ്വീകരിച്ച് അവ പഞ്ചായത്തിൽ എത്തിക്കുക. പ്രവൃത്തി ആരംഭിക്കും മുമ്പ് ചുമതലയുള്ള AE, ഓവർസിയർ എന്നിവരുമായി സംസാരിച്ച് എസ്റ്റിമേറ്റ് പ്രാദേശിക ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ തയ്യാറാക്കുക. ഇതിനെയാണ് ജനകീയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാമാണ് മേറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ? മസ്റ്റർ റോൾ, സൈറ്റ് ഡയറി എന്നിവയുടെ സൂക്ഷിപ്പ്, സാധന സാമഗ്രികളുടെ സൂക്ഷിപ്പ്, മെറ്റീരിയൽ വർക്കിനുള്ള സാധന സാമഗ്രികൾ AE, ഓവർസിയറിൽ നിന്ന് കൈപ്പറ്റൽ, വ്യക്തിഗത ആനുകൂല്യം ആവശ്യമുള്ളവരെ കണ്ടെത്താൻ ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കൽ, തൊഴിലാളികളുടെ ബാങ്കിംഗ് സംബന്ധമായ കാര്യത്തിൽ സഹായം നൽകുക, പ്രൊജക്റ്റ് മീറ്റിംഗിൻ്റെ ഹാജർ മിനുട്സ് എന്നിവ എഴുതി സൂക്ഷിക്കുക, പദ്ധതി രൂപീകരണം, ലേബർ ബഡ്ജറ്റ് എന്നിവയിൽ സജീവ പങ്കാളിത്തം ഉണ്ടാകുക, പുതിയ പ്രവൃത്തികൾ കണ്ടെത്താൻ ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കുക, തൊഴിൽ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അപകടം തുടങ്ങിയവ ഗ്രാമപഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യുക, പ്രവൃത്തി കഴിഞ്ഞാൽ മസ്റ്റർ റോളുകൾ ഗ്രാമപഞ്ചായത്തിൽ തിരികെ എത്തിക്കുക, സമയബന്ധിതമായി വേതനം നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കുക, അളവ് എടുക്കുന്നതിന് AE, ഓവർസിയർമാരെ സഹായിക്കുക, തൊഴിൽ കാർഡിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ നടത്തുക, തൊഴിൽ കാർഡ് പുതുക്കൽ, പരിശോധന എന്നിവയ്ക്ക് പഞ്ചായത്തുമായി സഹകരിക്കുക. അതോടൊപ്പം തന്നെ ദുർബല വിഭാഗത്തിൽപ്പെട്ടവരെ പദ്ധതിയുടെ ഭാഗമാക്കാൻ ശ്രമിക്കണം. പദ്ധതിയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ, മറ്റു കാര്യങ്ങൾ എന്നിവ ഗ്രാമസഭകളിലും മറ്റു സ്ഥലങ്ങളിലും വിതരണം ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മേറ്റുമാർക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യൽ, രേഖകൾ ഉണ്ടാക്കുന്നതിന് പഞ്ചായത്തിനെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും മേറ്റുമാർ നിർവഹിക്കേണ്ടതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ മേറ്റിനെതിരെ നടപടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അച്ചടക്ക നടപടി എന്നുള്ള കാര്യം. എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ആ വ്യക്തിക്കെതിരെ, ഇയാൾക്കെതിരെ നമുക്ക് മേറ്റിനെതിരെ നടപടി എടുക്കാം. വീഴ്ച ബോധ്യപ്പെട്ടാൽ മേറ്റിനെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സസ്പെൻഡ് ചെയ്യാവുന്നതോ സ്ഥിരമായി ഒഴിവാക്കാവുന്നതോ ആണ്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്വീകരിക്കുന്ന നടപടിക്കെതിരെ അപ്പീൽ ബന്ധപ്പെട്ട BPOക്കാണ് മേറ്റുമാർ നൽകേണ്ടത്. ഇനി മേറ്റുമാരുടെ വേതനം. നിലവിൽ 14 ദിവസത്തിൽ കൂടുതൽ മേറ്റായി വർക്ക് ചെയ്യുന്ന ആരും തുടരാൻ പാടുള്ളതല്ല. ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന 30 ദിവസത്തിന് 700 രൂപ പുതിയ നിരക്കിലും മറ്റു 100 ദിവസങ്ങളിൽ സാധാരണ നിരക്കിലുമായിരിക്കും മേറ്റിന് കൂലിയായി ലഭിക്കുക. 700 രൂപ മേറ്റിന് കൂലിയായി ലഭിക്കുന്നതിന് വേണ്ടി സ്കിൽഡിൽ പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതും അവർ അതിനുവേണ്ടി എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി അംഗീകാരം വാങ്ങേണ്ടതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് മേറ്റുമാരുടെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് പറയുവാനുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ കേൾക്കണം. അതിനുശേഷം ഈ കാര്യങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതുമാണ്.